ഹായ് ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ് എന്ന് പറയും. ഹെമറോയിഡ് ഇല്ലെങ്കിൽ മലയാളത്തിൽ അതിന് അരിശസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയും. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് പൈൽസ്? നമ്മുടെ വൻകുടലിൻ്റെ അവസാന ഭാഗം, അവസാനത്തെ 4 സെൻറ്റിമീറ്റർ, അതിന് ഏനൽ കനാൽ എന്ന് പറയും. ഏനൽ കനാൽ. ഈ ഏനൽ കനാലിന് ഇഷ്ടംപോലെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ഈ ഏനൽ കനാലിൻ്റെ വീനസ് പ്ലക്സസിന് വരുന്ന തടിപ്പ്, അല്ലെങ്കിൽ അതിനെ വെരിക്കോസിറ്റി എന്ന് പറയും. വെരിക്കോസിറ്റിയെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏനൽ കനാലിന് 3 ബ്ലഡ് വെസൽസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ഈ പൈൽസിൻ്റെ പൊസിഷൻ. അപ്പോൾ അത് പൈൽ മാസ് വരുന്നത് ഒന്ന് 11 o'clock പൊസിഷൻ, ഒന്ന് 3 o'clock പൊസിഷൻ, ഒന്ന് 7 o'clock പൊസിഷൻ. അപ്പോൾ ഈ പൈൽസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ്, പിന്നെ ആ ഏനസിൻ്റെ മലദ്വാരത്തിൽ നല്ല വേദന വരാം, ചൊറിച്ചിൽ വരാം, പിന്നെ ഈ മാസ് മലദ്വാരത്തിൽ കൂടെ ഈ പൈൽ മാസ് തള്ളി പുറത്തോട്ട് വരാം, മലബന്ധം. അപ്പോൾ ഇതൊക്കെയാണ് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ. ചിലപ്പോൾ ഒരു മ്യൂക്കസ് ഡിസ്ചാർജൊക്കെ വരാം, അതും ഇതിൻ്റെ ലക്ഷണത്തിലുള്ളതാണ്. അപ്പോൾ ഈ പൈൽസിന് ഒരു ക്ലാസിഫിക്കേഷനുണ്ട്. 1st ഡിഗ്രി, 2nd ഡിഗ്രി പൈൽസ്, 3rd ഡിഗ്രി പൈൽസ്, 4th ഡിഗ്രി പൈൽസ്. 1st ഡിഗ്രി പൈൽസിന് ഈ മലദ്വാരത്തിൽ കൂടെ പുറത്തോട്ട് തള്ളുന്ന ആ ഒരു ഇത് കാണത്തില്ല. ആ സിംറ്റം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിംറ്റംസും 1st ഡിഗ്രിയിൽ കാണാം. 2nd ഡിഗ്രി പൈൽസ് ആകുമ്പോൾ ഈ നമ്മൾ മലം പോകാനായിട്ട് മുക്കുമ്പോൾ പൈൽ മാസ് മലദ്വാരത്തിൽ കൂടെ ഇറങ്ങി വരും. എന്നിട്ട് അത് തന്നെത്താൻ അകത്തോട്ട് മലം പോയി കഴിയുമ്പോൾ തന്നെത്താൻ അകത്തോട്ട് കയറി വരും. അതാണ് 2nd ഡിഗ്രി പൈൽസ് എന്ന്. 3rd ഡിഗ്രി പൈൽസ് എന്ന് പറയുന്നത് ഈ പൈൽ മാസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ വിരലുകൊണ്ട് തള്ളി അകത്തിടാൻ പറ്റും. 4th ഡിഗ്രി പൈൽസ് എന്ന് പറഞ്ഞത് അത് പെർമനൻ്റായിട്ട് മലദ്വാരത്തിന് വെളിയിലടിക്കും കിടക്കും. അതാണ് 4th ഡിഗ്രി പൈൽസ്. ഇനി പൈൽസിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത് അതിൻ്റെ ഹിസ്റ്ററി, ഈ പറഞ്ഞ ഹിസ്റ്ററി കാണും. പിന്നെ നമ്മൾ പെർറെക്റ്റൽ എക്സാമിനേഷൻ എന്ന് പറയും. നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് മലദ്വാരം പരിശോധിക്കാൻ പറ്റും. പിന്നെ പ്രോക്ടോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ പ്രോക്ടോസ്കോപ്പ് വെച്ച് മലദ്വാരത്തിൻ്റെ അകം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേണേൽ കൊളോണോസ്കോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പൈൽസിൻ്റെ പരിശോധനകൾ. പൈൽസ് ഡയഗ്നോസ് ചെയ്യാനുള്ള പരിശോധനകൾ ഇതൊക്കെയാണ്. ഇനി അടുത്തായിട്ട് ഞാൻ പറയുന്നത് ഈ പൈൽസ് വരാനുള്ള കാരണങ്ങൾ. ഒന്നാമതായിട്ട് ഇതിന് ഈ ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഒരു പ്രധാന ഘടകമാണ്. ഗുരുത്വാകർഷണം, ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ട് നടക്കുന്ന ജീവികൾക്ക് മാത്രമേ പൈൽസ് ഉള്ളൂ. വെർട്ടിക്കലായിട്ട് നടക്കുന്ന ജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ബാക്കിയുള്ള മൃഗങ്ങൾക്കൊന്നും പൈൽസ് ഇല്ല. ഈ 4 കാലികൾക്കൊന്നും പൈൽസ് ഇല്ല. അപ്പോൾ അവിടെ ഈ ഗ്രാവിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റി ഒരു പ്രധാന ഘടകമാണ്. പിന്നെ രണ്ടാമത് പാരമ്പര്യം. ഇപ്പം അച്ഛനോ അല്ലെങ്കിൽ അമ്മക്കോ ആർക്കെങ്കിലും പൈൽസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അച്ഛനും അമ്മക്കും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ്. പിന്നെ മൂന്നാമതായിട്ട് ഭക്ഷണത്തിൽ ഈ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറച്ച് കഴിക്കുന്നവർ.
പിന്നെ അടുത്തത് ഈ മലബന്ധത്തിന് കൂടുതൽ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ഈ ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് കൂടുതലും. പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, മൈദ, പിന്നെ ഈ പ്രോട്ടീൻ ഒരു മലബന്ധത്തിന് സാധ്യതയുള്ള സംഗതികളാണ്. ഉദാഹരണത്തിന് ഇറച്ചി, മീൻ, മുട്ട. അപ്പോൾ പലപ്പോഴും ഇവിടെ നമ്മുടെ ഒ പിയിൽ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഇങ്ങനെ കോഴിയിറച്ചി തിന്ന് കഴിഞ്ഞപ്പോൾ പൈൽസ് മൂർച്ഛിച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കോഴിയിറച്ചി, കോഴിമുട്ടയൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോഴിയല്ല, ഇതിൻ്റെ അകത്ത് പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ചില പഴവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ബനാന. ഈ ബനാന പൗഡർ ഈ പിള്ളേർക്ക് വയറ്റിളക്കം നിൽക്കാനായിട്ട് കൊടുക്കുന്ന, അപ്പോൾ അതിന് ഒരു മലബന്ധത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പിളിൻ്റെ തൊലിയുടെ അകത്ത് പെക്റ്റിൻ എന്നും പറഞ്ഞൊരു ഘടകമുണ്ട്. അപ്പോൾ ഈ കവോലിൻ പെക്റ്റിൻ മിക്സ്ചർ ഈ വയറ്റിളക്കത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആപ്പിളിൻ്റെ തൊലിയുടെ അകത്താണ് ഇതുള്ളത്. അപ്പോൾ തൊലി ചെത്തി കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വെള്ളത്തിൻ്റെ അളവ്, വെള്ളം കൂടി വളരെ കുറച്ച് കുടിക്കുന്നവർക്ക് മലബന്ധത്തിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ വറുത്തതും പൊരിച്ചതുമൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് മലബന്ധത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുക. മദ്യം ഇതിനത്ര പൈൽസ് ഉള്ളവർക്ക് അത്ര നല്ല ഒരു സംഭവമല്ല. പിന്നെ ഈ പൊണ്ണത്തടിയുള്ളവർക്ക് പൈൽസിന് സാധ്യതയുണ്ട്. അതുപോലെ ഗർഭിണികൾക്ക് വരുന്ന പൈൽസ് മിക്കവാറും ആ പ്രസവത്തോടു കൂടി തന്നെ അതങ്ങ് മാറും. പിന്നെ വ്യായാമക്കുറവ്. വ്യായാമം ഒരു വളരെ ആവശ്യമുള്ള ഘടകമാണ് പൈൽസ് വരാതിരിക്കാനായിട്ട്. വ്യായാമം ഇല്ലായ്മ കൊണ്ട് പൈൽസ് ഉണ്ടാകും. പിന്നെ ഇതിന് ഉറക്കക്കുറവ്. പിന്നെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഉദാഹരണത്തിന് IT മേഖലയിലൊക്കെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുമ്പിൽ മണിക്കൂറുകളോടെ ഇരിക്കുന്നവർ. അപ്പോൾ ഇതൊക്കെ ഒരു പൈൽസ് വരാനുള്ള പ്രധാന ഘടകങ്ങളാണ്. പിന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂ ജനറേഷന് പൈൽസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഒരു കാരണം എന്ന് പറയുന്നത് മിക്കവാറും അവർ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതി കൂടുതലും ഈ പ്രിസർവ് ചെയ്ത സ്റ്റോർ ഫുഡൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നത്. പിന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള എന്ന് പറഞ്ഞാൽ ഇറച്ചി, മീൻ, മുട്ട ഇതൊക്കെ ആയിരിക്കും. ബേക്കറി സാധനങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾ, മൈദ ചേർന്ന സാധനങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഇവർ കൂടുതൽ കഴിക്കുന്നത്. അതൊക്കെ ആകാനാണ് അതിൻ്റെ സാധ്യത. അല്ലാതെ ന്യൂജന് അരിശസ് കൂടുതൽ വരാൻ വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പൈൽസിനെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ എന്തൊക്കെ ചെയ്യാം. ഒന്നാമതായിട്ട് ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. ഉദാഹരണത്തിന് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, അതുപോലെ തവിട് കളയാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് ഗോതമ്പ് മേടിച്ചിട്ട് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ തവിട് പാറ്റി കളയാതിരിക്കും. ആ തവിട് ചേർത്തുള്ള ഭക്ഷണങ്ങളുണ്ടാക്കുക. പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. പിന്നെ ഈ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക, പൊണ്ണത്തടി കുറക്കണം. പിന്നെ നല്ലപോലെ വ്യായാമം ചെയ്യും. പിന്നെ ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും നല്ലപോലെ ഉറങ്ങണം. അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ IT മേഖലയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലൊക്കെ മണിക്കൂറുകളോളം ഇരിക്കുന്നവർ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എണീറ്റ് നടക്കണം. പിന്നെ മലബന്ധം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഹാരങ്ങൾ കുറക്കുക. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറച്ചി, മീൻ, മുട്ട, ഇത് പ്രോട്ടീൻ ഈ പ്രോട്ടീനിന് മലബന്ധത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ മാത്രം ആയിട്ടുള്ള ഭക്ഷണം പ്രിഫർ ചെയ്യണതിന് പകരം അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ ഫൈബർ കണ്ടൻ്റ് ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസും കൂടുതൽ കഴിക്കണം, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം.
ഇലക്കറികൾ കൂടുതൽ കഴിക്കണം. അപ്പോൾ പ്രോട്ടീൻ മാത്രം ചിലർ അങ്ങനെയുണ്ട്, 3 നേരം ആഹാരത്തിൽ ഈ പ്രോട്ടീൻ ചേർന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. അത് കോൺസ്റ്റിപ്പേഷന് സാധ്യത കൂട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ മൈദയ്ക്ക് അതും കുറച്ചൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ഈ സ്പൈസസ്, ചില്ലീസ് ഇതൊക്കെ ഉപയോഗിക്കും. മദ്യം ഉപയോഗിക്കുന്ന പരിപാടി നിർത്തുക. പിന്നെ ടെൻഷൻ അവോയ്ഡ് ചെയ്യുക. ടെൻഷൻ കഴിവതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ലാട്രിനിലുള്ള ചില ശീലങ്ങളുണ്ട്, ഈ കക്കൂസിലുള്ള ശീലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ കക്കൂസിൽ കയറി ആ യൂറോപ്യൻ ക്ലോസറ്റിൽ കയറി ഇരുന്നിട്ട് പത്രം വായിക്കുക, അന്നത്തെ ആർക്കെങ്കിലുമൊക്കെ ഫോൺ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ പുറത്തിരുന്നിട്ട്, ഇതുപോലുള്ള ശീലങ്ങളൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഇനി പൈൽസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് കുറേശ്ശെ ബ്ലഡ് പോയി കഴിഞ്ഞിട്ട് അടുത്ത കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അനീമിയ, രക്തക്കുറവ്. പിന്നെ ഗാംഗ്രീൻ വരാം, ഈ പൈൽസ് ഗാംഗ്രീൻ അടിച്ചു പോവാം. പിന്നെ ഇൻഫെക്ഷൻ വരാം, ത്രോംബോസിസ് വരാം, ഇതിൻ്റെ അകത്ത് രക്തം കട്ട പിടിക്കാം. അൾസറേഷൻ, ഈ പൈൽസിൽ അൾസർ ഉണ്ടാകാം. ഇതൊക്കെയാണ് പൈൽസിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് പൈൽസിൻ്റെ ചികിത്സാ രീതിയെപ്പറ്റി നോക്കാം. ഏറ്റവും പ്രധാനം ഈ മലബന്ധം മാറ്റിക്കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആഹാര രീതികൾ, ഇഷ്ടംപോലെ പച്ചക്കറികൾ കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക, തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കുക. ഈ ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും കഴിക്കരുതെന്നല്ല പറയുന്നത്, ഇതൊക്കെ കഴിച്ചാലും അതിൻ്റെ കൂടെ ഇത് കുറച്ച് കൂടുതൽ കഴിക്കും. അതുപോലെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ പൈൽസ് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കുക. ഇതൊക്കെ കൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചികിത്സ. ഇതിൻ്റെ അകത്ത് ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ പൈൽസ് എൻ്റെ അകത്ത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്വിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വട്ടപാത്രം എടുക്കുക. ഈ വട്ടപാത്രത്തിൻ്റെ അകത്ത് ചൂടുവെള്ളം, സഹിക്കാവുന്ന ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിന് ഒരു കണ്ണുനീരിൻ്റെ ടേസ്റ്റൊക്കെ വരാൻ പാടില്ല. അതിൽ കൂടുതലൊന്നും ഉപ്പ് വാരിക്കോരി ഇടരുത്, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയാലും മതി. എന്നിട്ട് ഇതിൽ ഒരു 15 മിനിറ്റ് ഡെയിലി ഒരു 3 നേരം ഇരിക്കുക. അപ്പോൾ ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കുറയും, അതിൻ്റെ വീക്കം കുറയും, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കുറയും, മലബന്ധം ഉണ്ടെങ്കിൽ കുറയും, പിന്നെ വേദന ഉണ്ടെങ്കിൽ അത് കുറയും. ഇനി ഒരു ഗുളിക ഈ പ്രാക്ടീഷണേഴ്സ് സാധാരണ ഉപയോഗിക്കുന്നത് ഒരു കാൽഷ്യം ഡോപ്സിലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗുളികയുണ്ട്. അത് ഇതിൻ്റെ പൈൽ മാസിൻ്റെ വീക്കം കുറക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ രീതിയൊന്നും ശരിയാകുന്നില്ല എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്ത സർജിക്കൽ പ്രൊസീഡിയേഴ്സിലോട്ടൊക്കെ കിടക്കത്തുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ഒരു ക്രയോ സർജറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ നമ്മൾ ലിക്വിഡ് നൈട്രജനാണ് ഉപയോഗിക്കുന്നത്. ഈ ലിക്വിഡ് നൈട്രജൻ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -196 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ അത്രയും തണുപ്പിൽ വരുമ്പോൾ ഈ പൈൽ മാസിൽ അത്രയും തണുപ്പ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ പൈൽ മാസിന് കോagulation നെക്രോസിസ് വന്നിട്ട് അത് അടന്നു പോകുന്നൊരു രീതിയുണ്ട്. പിന്നെ അടുത്തത് പൈൽ മാസിൽ സ്ക്ലീറോസിങ് ഏജൻറ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതും ഇതുപോലെ തന്നെ പൈൽ മാസ് അടന്നു പോകും. അടുത്തതായിട്ട് നമ്മൾ ഒരു ബാരൻ റിങ് അപ്ലൈ ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് ഈ പൈൽ മാസിൻ്റെ പെഡിക്കിളിൽ അതിൻ്റെ ആ ബേസിൽ ഒരു ടൈറ്റ് റിങ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നെക്രോസ് അടിച്ചിട്ട് അത് അടന്നു പോകും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്റ്റേപ്പിൾഡ്
ഹെമറോയിഡോപെക്സി എന്ന് പറയും, സ്റ്റേപ്പിൾഡ് ഹെമറോയിഡോപെക്സി. ഇത് തുറന്നുള്ള സർജറി ഒന്നുമല്ല, ഇതിനുള്ളത് പെയിൻലെസ് ആണ്. പിന്നെ അന്ന് തന്നെ മിക്കവാറും വീട്ടിൽ പോകാൻ പറ്റും, 2-3 ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റും. സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. പിന്നെ അടുത്തത് ലേസർ ട്രീറ്റ്മെൻറ്റ്. ലേസർ ട്രീറ്റ്മെൻറ്റിനുമുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് ഒന്ന് പെയിൻലെസ് ആണ്. പിന്നെ അന്ന് തന്നെ മിക്കവാറും വീട്ടിൽ പോകാൻ പറ്റും, 2-3 ദിവസം കഴിയുമ്പോൾ പുള്ളിക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റും. പെയിൻലെസ് ആണ്. ഇത് തുറന്നുള്ള സർജറി അല്ല. പിന്നെ സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഹെമറോയിഡക്ടമി, അതിനെ അഡ്മിറ്റ് ചെയ്യണം, കുറച്ച് ദിവസം ലീവ് എടുത്തേ പറ്റും. ജോലിക്ക് പോകാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറ്റത്തുള്ളൂ. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പൈൽസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.